ചില ആൾക്കാർ മൗത്ത് വാഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വാ കുറച്ച് കൂടുതൽ വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയും. പക്ഷേ അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം നമ്മൾ ഓരോ മൗത്ത് വാഷിനും ഓരോ പർപ്പസ് ആണുള്ളത്. അപ്പോൾ അതൊരു ഡെന്റിസ്റ്റിന്റെ ഒരു കൺസൾട്ടേഷൻ ഇല്ലാണ്ട് നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ വായിൽ ധാരാളം ബാക്ടീരിയകളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ചില മൗത്ത് വാഷുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള ചില ബാക്ടീരിയകൾ കൂടുതൽ നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ മൗത്ത് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് മൗത്ത് വാഷാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. നമ്മൾ 2-3 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 2 നേരമുള്ള ബ്രഷിംഗ് തന്നെ നമ്മുടെ വായുടെ ശുചിത്വത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൗത്ത് വാഷിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വിപരീതമായ ഫലങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക.